പണ്ട് ഞങ്ങളുടെ എഡിറ്റർ എൻ്റെ സഹപാഠിയും കൂട്ടുകാരനുമായ PC ജോർജ് ഒരു ചെമ്മാത്തൻ്റെ പട്ടം കൊട കഴിഞ്ഞ് അനുമോദനം പ്രസംഗം നടത്താനായിരുന്നു അദ്ദേഹം പറഞ്ഞതിന് ശേഷം അവസാനം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെമ്മാത്തൻ്റെ പട്ടം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും യോഗം സീനിയർ സിറ്റിസൺസിന് യോഗം ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ബഹുമതി അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. കാരണം എന്നെപ്പോലെ തന്നെ ഒരേ സമപ്രായക്കാരായ ഒമിനിയാമുണ്ട്, അതുപോലെ എന്തെങ്കിലും അപകടം വന്നെങ്കിൽ നമ്മളെ സഹായിക്കാൻ ഡോക്ടറുമുണ്ട്, അവിടെ പറയുന്നുണ്ട്. പിന്നെ എന്താ വേണ്ടത്, നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ. അത്രയും സഹോദരൻ ഇത് ഡോക്ടറാണ്. ഈ കൂട്ടായ്മയ്ക്ക് വളരെ അർത്ഥമുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ രണ്ട് കാര്യം ഒന്ന് ഒറ്റപ്പെട്ടു പോകാം. നമുക്ക് ഇനിയും ദൈവം തന്നിരിക്കുന്ന അനവധി അനുഗ്രഹങ്ങളുണ്ട്. അവ ശരിയായിട്ട് മറ്റുള്ളവരോടൊപ്പം നമുക്ക് പങ്കുവയ്ക്കാനൊരു വേദിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ അനുഭവങ്ങളുടെ സമ്പത്താണ്. അത് നാം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും അത് വീണ്ടും അത് വീണ്ടും അനുഭവത്തിലൂടെ കടന്നു പോകാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വീടുകളിൽ തന്നെ കഴിയുമ്പോൾ നമ്മുടെ ആ കഴിവുകളെല്ലാം ഉറങ്ങിപ്പോകാൻ വേണ്ടിയുണ്ട്. അപ്പോൾ ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം എന്താണോ അത് പൂർത്തീകരിക്കുവാനും പുതിയതായിട്ട് കൂടുതലായിട്ട് നമുക്ക് ജീവൻ പ്രാപിക്കുവാനും നമുക്ക് ദൈവം നൽകിക്കുന്ന അനുഗ്രഹങ്ങൾ അവസരങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഉപയോഗിക്കുവാനുള്ള ഒരു വേദിയായി നമ്മുടെ കൂട്ടായ്മയെ നമുക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. നല്ലവനായ ദൈവം നമ്മളെ എല്ലാവരെയും ഇനിയും തുടർന്ന് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയെ ഇന്നത്തെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നു. നമ്മുടെ ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യുക, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വി ഷുഡ് ബി ഹാപ്പി, സ്ട്രോങ്. കാരണം നമ്മൾ ആരാണെന്ന്, നമ്മൾ ആരുടേതാണെന്ന് നമ്മളറിയാം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവം നമ്മുടെ അപ്പനാണ്. സോ വി ഷുഡ് നോട്ട് വറി അബൌട്ട് എനിത്തിങ്. അപ്പോൾ ആ ഒരു ബോൾഡ്നെസ് അവിടെ ആയിരിക്കണം നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ ജീവിതം കടന്നുപോകും. അപ്പോൾ അത്ര സ്ട്രോങ് ആയിരിക്കണം. ഏറ്റവും പ്രിയപ്പെട്ട എഴുതിയ കവിത, കവിതയുടെ പേര് ചങ്ങാതി. കവിതയുടെ പേര് ചങ്ങാതി. കരുതലുള്ളവനും ചങ്ങാതി, ആൺപെൺ ഭേദമില്ലാതെ നിനയ്ക്കുന്നവനേ ചങ്ങാതി, ഉപാധികളില്ല സൗഹൃദത്തിൻ തുടിപ്പാകണം ചങ്ങാതി, സ്നേഹത്തിലതിസമ്പന്നനായിടേണം, ഏതു കാലത്തോടുമിണങ്ങേണം, പരദൂഷണം നാവിൽ തൊട്ടു തീണ്ടാത്തവനാകേണം ചങ്ങാതി, പെൺവ്യക്തിത്വമാദരിക്കണം,
ചങ്ങാതി അല്ലോ നീ. കഥാകൃത്ത് ഇപ്പൊ ഫ്രണ്ടിലേക്ക് വന്ന് എല്ലാം അഭിസംബോധന ചെയ്യുന്നത്. ഈ കവിതയെ കുറിച്ച് 2 വാക്ക് നല്ല പറയണം. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു എഴുത്തുകാരിയായത് തന്നെ ഞാൻ ഒറ്റപ്പെട്ട സമയത്ത് എനിക്ക് എഴുതാൻ തോന്നിയതാണ്. അതായത് പെൻഷനായി, ഹസ്ബൻഡ് മരിച്ചു, കുട്ടികളൊക്കെ ദൂരെ, അങ്ങനെ ആയപ്പോഴത്തേക്ക് ഞാൻ ഒറ്റപ്പെട്ട സമയത്താണ് എനിക്കിങ്ങനെ എഴുതണം എന്നുള്ള ഒരു ആഗ്രഹം വന്നത്. പിന്നെ ഞാൻ 7 ബുക്ക് എഴുതി. അതിൽ 5 ബുക്കിന് അവാർഡ് കിട്ടി. 1 ബുക്ക് ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടി, പെൺവിളക്കെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് തന്നെ എനിക്ക് വരാൻ ഭയങ്കര വിഷമമായിരുന്നു. കാരണം എനിക്ക് അത്രയും വേണ്ടപ്പെട്ട എൻ്റെ ബ്രദറിൻ്റെ മോൻ 60 വയസ്സ് പോലും ഇല്ല. പ്രത്യേകിച്ച് ഒരു ബോൺമാര എന്ന് പറയുന്ന ഒരു സംഭവം അവന് പറ്റി. അവന് വന്ന് കിട്ടി, എവിടെ നിന്ന് ഒരു വൈറസ് കിട്ടി. റിലയൻസിൽ ജോലി ചെയ്ത് 2 പെൺകുട്ടികളാണ്. അവൻ മെനഞ്ഞാണ്ട് വൈകുന്നേരമാണ് കിംസിൽ വെച്ച് മരിക്കുന്നത്. 22 ദിവസവും ഞാനൊപ്പം ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും എനിക്ക് അവനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഭാര്യയ്ക്ക് ജോലിയില്ല, 2 പെൺകുട്ടികളാണ്, 2 പേർക്കും നല്ല മിടുക്കി കുട്ടികളാണ്. 2 പേർക്കും MBBS മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി. ഒരുത്തി മെഡിക്കൽ കോളേജിൽ, രണ്ടാമത്തവൾ മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയറാണ്, മൂത്തവൾ SVTയിൽ 3rd ഇയറാണ്. അപ്പോൾ ഈ കുട്ടികളെല്ലാം ഇനി പഠിപ്പിച്ചെടുക്കണം. സാമ്പത്തികമായിട്ട് കുഴപ്പമില്ല, എന്നാൽ പോലും ഒരാണ്ടുണ ഇല്ലാതെ എൻ്റെ നാത്തൂന് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ സഹായം, പ്രത്യേകിച്ച് എൻ്റെ സഹായം, കാരണം ഞാൻ ഒറ്റപ്പെട്ട് താമസിച്ചപ്പോൾ ഈ 9 കൊല്ലവും എൻ്റെ മോൻ, എനിക്കൊരു ആങ്കൊച്ചില്ലാത്തതുപോലെ ഒരു മോൻ്റെ സ്ഥാനത്ത് നിന്ന് എപ്പോഴും ഓടി അടുത്തത്ത് എന്നും വരും. എന്തെങ്കിലും ഒരു ദുഃഖം ഉണ്ടായാൽ അവനുടനെ തന്നെ 2 മണിക്കൂറെങ്കിലും ഇരുന്ന് എൻ്റെ അടുത്ത് സംസാരിച്ച് ആ വിഷമം മാറ്റിയിട്ടേ പോവുകയുള്ളൂ. എൻ്റെ അടുത്ത് വരണം. കാരണം വെട്ടുകാടാണ് എൻ്റെ ബ്രദർ വീട് മേടിച്ചത്. ഇന്ത്യൻ നേവിയിൽ ജോലിയായിരുന്ന ബ്രദർ റിട്ടയർമെൻ്റ് ആയപ്പോഴത്തേക്ക് ക്രിസ്തുരാജിൻ്റെ അടുത്ത്, പള്ളിയുടെ അടുത്ത് ഒരു വീട് വേണമെന്ന് പറഞ്ഞ് അവിടെയാണ് വീട് മേടിച്ചത്. ഇവന് 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ ഒറ്റപ്പെട്ട സംഭവത്തിൽ ഇവൻ എന്ത് പറഞ്ഞു, എനിക്ക് 5 മിനിറ്റിൽ ആൻറ്റിയുടെ അടുത്ത് എത്തണം. അതിനുവേണ്ടി ഞാൻ മുട്ടട എല്ലാം നോക്കി വീട് കിട്ടിയില്ല. കുമാരപുരത്താണ് വീട് കിട്ടിയത്. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ആൻറ്റി ഞാനിവിടെ താമസിക്കുന്നത് 7 മിനിറ്റിൽ ആൻറ്റിയുടെ അടുത്ത് എത്താൻ പറ്റും എന്നൊരു മനസ്സവനുണ്ടായിരുന്നു. ആ മനസ്സാണ് ഞാൻ പൊലിഞ്ഞത്. പക്ഷെ അതിൻ്റെ വിഷമത്തിലായിരുന്നു. ഞാൻ വരുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പോഴേ അനിത വിളിച്ചിട്ട് പറഞ്ഞു, വരണം, നീ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം ഞങ്ങൾക്ക് വരാനൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. അനിതയും ഏഞ്ചലും ആ മരണത്തിൽ പങ്കെടുത്തു. മോളിക്കുട്ടിയും മോനും പങ്കെടുത്തു. ഞാനിതെല്ലാം അറിയിച്ചില്ല, അതിനുള്ള സമയം കിട്ടിയില്ല. പിന്നെ റെക്സോലിൽ ഓടി വന്നിരുന്ന റെക്സോലിൻ്റെ അടുത്ത് പറഞ്ഞതൊന്നുമില്ല. ഇവർ ഡെയിലി വിളിക്കുന്നത് കൊണ്ട് അറിയുന്നത് കൊണ്ടാണ് ആ മരണം സംഭവിച്ചത്. എല്ലാവർക്കും വരാൻ പറ്റില്ലല്ലോ. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നിട്ടും ഇന്ന് എനിക്കിവിടെ പങ്കെടുക്കണമെന്ന് തോന്നിയത്, ഈ സീനിയർ സിറ്റിസണിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഇതുപോലെ മുന്നോട്ട് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആ ഒരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് ഏത് സന്ദർഭത്തിലും ഇതിനായിട്ട് ഓടി വരും. പിന്നെ ഒരു ടൂറിനായാലും എന്തിനായാലും ഞാൻ മാറി നിൽക്കത്തില്ല. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ ഇതിനെല്ലാം സഹകരിക്കും. പിന്നെ ചങ്ങാതികൾ എഴുതിയത് ഇപ്പോഴെനിക്ക് കിട്ടിയിട്ടുള്ള 2 ചിറകുകളാണ് അനിതയും ഏഞ്ചലും. സത്യം പറഞ്ഞാൽ എന്ത് കാര്യത്തിനും എൻ്റെ ഒപ്പം ഉണ്ട് മുന്നോട്ട് പോകാനായിട്ട്. എന്നെക്കാൾ ഇളയ കുട്ടികളാണ്, എന്നാൽ പോലും അവരെന്ത് കാര്യത്തിനും എന്നോടൊപ്പം ഉണ്ട്. അത് തന്നെ എനിക്കൊരു വലിയ സ്നേഹവും സന്തോഷമാണ്. അപ്പോൾ ഇതാണ് ചങ്ങാതികൾ. പിന്നെ അനിതയെക്കുറിച്ച് തന്നെ ഞാൻ എൻ്റെ ബുക്കിൽ വേറൊരു എഴുതിയിട്ടുണ്ട്. എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അവളെൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. അപ്പോൾ ഇതുപോലെ എനിക്ക് എഴുതാൻ പറ്റുന്നതൊക്കെ ഞാൻ എഴുതും. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എത്താൻ കഴിഞ്ഞാൽ ഞാൻ ഓടിയെത്തും. ഇതുപോലെ നമ്മളായിരിക്കണം. പ്രത്യേകിച്ച് ചങ്ങാതി എന്ന് പറയുന്ന ചങ്ങാതി അങ്ങനെ ആയിരിക്കണം. എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ എഴുതിയ വാചകങ്ങൾ. ഇനിയൊന്നും പറയുന്നില്ല. ഞാൻ ഇന്ന് നമ്മളൊക്കെ മറന്നുപോയ ഒരു കലാരൂപം, കഥാപ്രസംഗം. ഒരു ലഘുവായിട്ടുള്ള കഥാപ്രസംഗം, അതിൽ നേരവും എടുക്കുന്നതല്ല. അപ്പോൾ ഈ കഥാപ്രസംഗത്തിന് രൂപം നൽകുന്നതിന് കാരണം ഇവിടെ ആരെങ്കിലും എറണാകുളം നിവാസികളുണ്ട്.
അപ്പോൾ എൻ്റെ വൈഫ് ഹൗസ് എറണാകുളം. അപ്പോൾ ഞാൻ കുറച്ചാൾ മുമ്പ് അവിടെ വീട്ടിൽ കിടന്നപ്പോൾ ഒരച്ഛനകത്ത് മാറുന്ന നോക്കുന്നതിന് തോന്നുന്നത്. ഞാൻ ഇങ്ങനെ ഞെട്ടി നോക്കിയപ്പോൾ കാണാം 4 വീട്ടിൽ കൊതുകുകൾ വലിച്ചെടുത്തു. അവിടുത്തെ കൊതുകുകളുടെ കാര്യം പറയണ്ട. ഈ കേരളത്തിലെ കൊതുകുകളുടെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് എറണാകുളം. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഈ കൊതുകുകളെ കഥാപാത്രമാക്കിക്കൊണ്ട് ഒരു കഥാപ്രസംഗം ചെയ്താൽ എന്ത് എന്ന് അന്ന് മുതൽ എൻ്റെ മനസ്സിൽ രൂപം കൊണ്ടാണ്. അങ്ങനെയാണ് ഞാൻ ഈ കഥാപ്രസംഗത്തിലേക്ക് കടക്കുന്നത്. ഞാൻ അവതരിപ്പിക്കുന്നു കൊച്ചിയിലെ കുഞ്ഞന്മാർ. അറബിക്കടലിൻ്റെ റാണിയാണ് നമ്മുടെ സ്വന്തം മുട്ടിന് മുട്ടിന് തോടുകളുള്ള നമ്മുടെ സ്വന്തം കൊച്ചി. ഒരു കൊച്ചു തോടിനു മേലെ കൂടി ഒരു പാലം പൊട്ടി പണിയുന്നു. പാലം പണിതു തീരും മുമ്പേ തോടുപിരിവ് തുടങ്ങുന്നു. അയ്യോ തോടുപിരിവ് തുടങ്ങുന്നു. എൻ്റെ ഈ കഥ നടക്കുന്നത് അമ്പരചിപ്പികളായ ഫ്ലാറ്റുകളിലല്ല, വില്ലകളിലല്ല, തെരുവീതികളിലുമല്ല, പിന്നെയോ മലിനജലം കെട്ടിക്കിടക്കുന്ന ഓവുകളില്ല. അവിടെ നിന്നും മൂളിപ്പാട്ടുമായി പറന്നുയരുന്ന രക്തദാഹികളായ കുഞ്ഞന്മാരുടെ കഥയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. എൻ്റെ ഈ കഥയിലെ കഥാനായകൻ്റെ പേരാണ് കച്ചേരിപ്പടി ഡെങ്കി. അവനെ പറ്റി പറയുകയാണെങ്കിൽ ആൾ സുമുഖനാണ്, സുന്ദരനാണ്, ആരോഗ്യദൃഷ്ടഗാത്രനാണ്. അവൻ്റെ ഒരു മൂളൽ കേട്ടാൽ മയങ്ങി വീഴാത്ത ഒരൊറ്റ പെൺകൊതുക് പോലും ആ നാട്ടിൽ. അവൻ്റെ പ്രധാന തൊഴിൽ മൊത്തമായും ചില്ലറയായും ഡെങ്കി ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന ഏജൻസിയാണ്. അപ്പോൾ അവനെപ്പറ്റി പറയുകയാണെങ്കിൽ കാണാൻ അവനൊരു സുന്ദരനല്ലോ, അടുത്താൽ അവനൊരു ചതിയനല്ലോ, രക്തം ഊറ്റി പറന്നകലും ഡെങ്കി രോഗം തന്നകലും, കാണാൻ അവനൊരു സുന്ദരനല്ലോ. അപ്പോൾ കഥാനായകൻ്റെ പേര് മാത്രമേ നിങ്ങൾ വിശേഷം മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. അപ്പോൾ കഥാനായികയുടെ വിശേഷം കേട്ടിട്ടുണ്ട്. അവളുടെ പേരാണ് ഇടക്കൊച്ചി ചൊറിച്ചി. അവളെ പറ്റി പറയുകയാണെങ്കിൽ അവൾ കടിച്ചാൽ ചൊറിഞ്ഞു വരും, ചൊറിഞ്ഞു പോയാൽ തടിച്ചു വരും, തടിച്ചു പോയാൽ കിടപ്പിലാകും, കിടപ്പിലായാൽ പിന്നെ ഒടുക്കമാകും, അവൻ്റെ ഒടുക്കമാകും. ഒരു സായനത്തിൽ തെക്കേ വീട്ടിലെ കൊച്ചമ്മണിയുടെ വലത്തെ കാലിൽ ഡെങ്കി, ഇടത്തെ കാലിൽ നമ്മുടെ ചൊറിച്ചിയും രക്തം ഇങ്ങനെ ഊറ്റി ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്നാണ് നമ്മുടെ ഡെങ്കിയുടെ കണ്ണിൽ ഈ സുന്ദരിയായ ചൊറിച്ചിയുടെ രൂപം വരുന്നത്. അവൻ പിന്നെ ഒട്ടും അമാന്തിച്ചില്ല. അവൻ ചാടി എഴുന്നേറ്റു, ശക്തമായിട്ടൊന്ന് മൂളി, കണ്ണൊന്ന് ഇറുക്കി, കൈയൊന്ന് വീശി, ചൊറിച്ചി ഫ്ലാറ്റ്. അവൻ അവളോട് ചോദിച്ചു, വരുന്നോ എൻ്റെ കൂടെ വരുന്നോ? ചൊറിച്ചി അതോടുകൂടി തലകൊലിച്ച് സമ്മതം മൂളി, കാലുകൊണ്ട് തറയിൽ ചിത്രങ്ങൾ വരച്ചു. അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ഒരു പ്രേമത്തിൻ്റെ കവിത ഒഴുകിയെത്തി. തരുന്നിതാ ഹൃദയം, തരുമോ നീ ഹൃദയം, ഇനി ഹൃദയം എനിക്കു തന്നിടുകിൽ ഞാനതിൽ കാണിയായി വാഴും ഞാൻ.
തരുന്നി. ചക്കരയുടെ പേരെന്താ ചോദിച്ചു. എൻ്റെ പേര് പറ, നാണിക്കാതെ പറ. എന്താ പേര്? എൻ്റെ പേര് എടക്കൊച്ചി. എടക്കൊച്ചി? ആ പറ. എടക്കൊച്ചി ചോദിച്ചു. ആ നല്ല പേര്. അച്ഛനും അമ്മയും അറിഞ്ഞിട്ട പേര്. കൊള്ളാം. നീ ഒരു കാര്യം ഒന്ന് ഞാൻ അടുത്തോട്ട് ഞാനൊരു രഹസ്യം പറയാം. അടുത്തു വാ, ധൈര്യം അടുത്തു വാ, എന്നെ വിശ്വസിക്കാം. അവൾ വണ്ണം ഈ നമ്മുടെ ഡൽഹിയുടെ അടുത്തേക്ക് നടന്നു. അടുത്ത് വന്നതും അവർ ഒരു കാന്തിക വലയത്തിലായി. അവൻ ഒരു സ്വപ്ന ലോകത്തിലേക്ക് പറന്ന് ഉയരുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു പൊട്ടിച്ചിരി അവിടെ ഉയർന്നത്. രണ്ടുപേരും തിരിഞ്ഞു നോക്കിയപ്പോൾ ചൊർച്ചിയുടെ പഴയ കാമുകൻ ഈടി. നീ എടി വഞ്ചകി, നീ എന്നെക്കാളും സുന്ദരനായ ഈ കോന്തനെ കണ്ടപ്പം അവന്റെ വലയിൽ വീട് അല്ലടി മോളെ. ചൊട്ടി പറഞ്ഞു, ചേട്ടാ അങ്ങനെയല്ല, ഇതിനെങ്ങനെയാണ് ചേട്ടാ? എനിക്ക് 2 പിള്ളേര് നിന്നിട്ട് ചേട്ടൻ എങ്ങോട്ടാണ് പോയത്? ഞാൻ എത്രയോ നാളാ കുടിയിൽ വെള്ളവും പട്ടിണിയായിട്ട് അവിടെ കിടക്കുകയായിരുന്നു. ഇപ്പോ എന്നെ സംരക്ഷിച്ചിരിക്കുന്ന ഈ ഡെങ്കി ചേട്ടനാണ്. നിന്റെ ഡെങ്കി ചേട്ടൻ അവൻ ചാടി അവളുടെ കയ്യിലേക്ക് വിളിച്ചു. ഇത് കണ്ട് ഡെങ്കിയുടെ പൗരുഷമാണ്. അവൻ എഴുന്നേറ്റ് കരണക്കുറ്റി കയറ്റി ഒരു കീഴനുഭവിച്ചു. അപ്പോൾ നമ്മുടെ ഇടിക്ക് ഇടി മോശക്കാരനല്ല, അവൻ നല്ലൊരു ചവിട്ട്. അങ്ങനെ ഒരു യുദ്ധം അവിടെ ആരംഭിക്കുകയാണ്. ഇടിയും നമ്മുടെ ഡെങ്കിയുമായിട്ട്. നമ്മുടെ ചൊർച്ചിയുടെ പ്രസന്റ് കാമുകനും എക്സ് കാമുകനും തമ്മിൽ. അങ്ങനെ യുദ്ധം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ 2 പേര് ചത്തു മലച്ചു എന്ന് പറഞ്ഞാൽ മതി. വീണ്ടും ഈ നമ്മുടെ ചൊർച്ചി ഏകാഗിനിയായി. ഒരു ആൺതുണി ഇല്ലാതെ എങ്ങനെയാണ് ഈ ഭൂമിയിൽ കഴിയുക? ഏതാണായിരുന്നു അവളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പ്രശ്നം. അവൾ കരഞ്ഞ് അവിടെ ഒരു കണ്ണീർ കടലായി മാറി. പെട്ടെന്ന് ആരുടെ ഒരു ചൂടുള്ള കരം തൻ്റെ തോളിൽ പതിക്കുന്നതായിട്ട് തിരിഞ്ഞു നോക്കി. ഒരു പരിചയമില്ല. ഞാൻ ചിക്കൻ ഗുനിയ നിന്നെ ഞാൻ സംരക്ഷിക്കും. വാ, നമുക്ക് പോകാം. എവിടേക്ക്? നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. കൊള്ളാം, നല്ല സ്ഥലം. അപ്പൊ പോകുന്ന വഴിക്ക് ഒരു പാട്ട് പാടി. തരുന്നി പറന്നു പോകാം പറ്റാത്ത കാടുകളിൽ കൂടന്നു കൂട്ടാം നമുക്ക് ആമയിഴഞ്ചാത്തോട്ടി. പ്രിയമുള്ള നമുക്ക് കൊതുകളില്ലാത്ത ഒരു കേരളം സൃഷ്ടിക്കാം. നമ്മുടെ ചപ്പിയവറുകൾ അനാവശ്യമായിട്ട് എവിടെയും വലിച്ചെറിയാതിരിക്കുക, പ്രത്യേകിച്ച് ജലാശയങ്ങളിലേക്ക്. അങ്ങനെ കൊതുക് വിമുക്തമായ ഒരു കേരളം നമുക്ക് സൃഷ്ടിക്കാം. ഒരു ചൊറിച്ചി ഇങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ല. വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. കാരണം ഒത്തിരി നന്ദി. നമ്മുടെ എന്നെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അത് നമുക്ക് കുറച്ച് ഗെയിംസ് ഒക്കെ നമ്മുടെ പ്രസി മാഡം അതിന് മുൻതൂക്കം നൽകി നമ്മൾ നയിക്കുന്നതായിരിക്കും. ഡാൻസ് വേണമെങ്കിലും ചെയ്യാം. എല്ലാത്തിനും ഉള്ള ഫ്രീഡം നമുക്കുണ്ട്. ഗെയിംസ് വേണമെങ്കിൽ ഗെയിംസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം വി ആർ ഫ്രീ. നമ്മൾ വളരെ ഫ്രീ ആയിട്ട് നയിക്കുക. ഇവിടെ ആരും വലുതല്ല, എല്ലാവരും ഒരേ ബോട്ടിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്.
ക്രിസ്ത്യൻ പാട്ട് തന്നെ പാടണമെന്നില്ല, സംഗീതം ദൈവത്തിൻ്റെതാണ്, അത് ഏതായാലും കുഴപ്പമില്ല. ഏത് വേണോ പാടാം. ഒരു മലമുള്ളാൻ പോകും കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലമുള്ളാൻ പോകും അഴകേ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മോഹം അഴകേ കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലമുള്ളാൻ പോകും അഴകേ. മുമ്പിലത്തെ വീട്ടിലുണ്ട്, പിമ്പിലത്തെ വീട്ടിലുണ്ട്, നമ്മുടെ സ്വന്തം വീട്ടിലില്ല. ഇവിടെ മുമ്പിലെ വീട്ടിലുണ്ട്. കറക്റ്റ് പറഞ്ഞു, അയൽവാസി. മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ ബാധിക്കാത്ത അവയവം ഡോക്ടർക്ക് അറിയാൻ പറ്റും. കൈവയ്ക്കാണ്ട് തലമുടി അല്ല നാട്ടിലെ ക്യാൻസർ അല്ലല്ലോ, ആ തച്ചാക്കല്ലേ. പിന്നെ ഇത് നമ്മുടെ ഇപ്പൊ ഇവിടെ വന്ന ഉപരാഷ്ട്രപതി ഇവിടെ വന്നല്ലോ, പേരാർക്കെങ്കിലും അറിയാം? ഉപരാഷ്ട്രപതിയുടെ ഉപരാഷ്ട്രപതി കറക്റ്റ് സാറിന് ഉണ്ടായി. CP രാധാകൃഷ്ണൻ കറക്റ്റ് കൊച്ചിയിലെത്തി. അടുത്തതൊരു കുസൃതി ചോദ്യമാണ്. കുടിക്കാൻ പറ്റാത്തതും കിടക്കാൻ പറ്റുന്നതുമായ കപ്പ്. കുടിക്കാൻ പറ്റില്ല, പക്ഷെ കിടക്കാൻ പറ്റും. കുടിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റും. പറയല്ലേ രണ്ടുപേരെ കൈ കുടിക്കണം. കറക്റ്റ് മിഠായി കിട്ടിയല്ലോ. ലോക്കപ്പാണ് ആൻസർ. ലോക്കപ്പ് കറക്റ്റാണ്.